വല്യമ്മയുടെ മക്കളെല്ലാവരും വിരുന്ന് വന്നിട്ടുണ്ട്. അവരുടെ കൂടെ വന്നിട്ടാണ് കുട്ടി കളിച്ചിരിക്കുന്നത്. അപ്പം അമ്മമ്മയുടെ പെർമിഷനോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് കളിക്കാൻ. അങ്ങനെ പുറത്ത് പോകാത്ത കുട്ടിയാണ്. ഇപ്പോൾ ഈ കുളം എന്ന് പറയുന്നത് ഒരാൾക്ക് നേരെ അങ്ങോട്ട് കുളത്തിലേക്ക് എത്താൻ പറ്റില്ല. ഈ ചെറിയ പാലങ്ങളാണ്, പിന്നീട് വലിയൊരു ചാലാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? സംശയിക്കാന്ന് പറഞ്ഞാൽ ആ കുട്ടി ഈ പരിസരത്ത് അങ്ങനെ വരാത്ത കുട്ടിയാണ്. എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് അറിയില്ല. ഈ പരിസരം ഇങ്ങോട്ട് വരില്ല ആ കുട്ടി. നിങ്ങൾ ആശാ വർക്കറാണല്ലോ, അങ്ങനെ ഈ സ്ഥിരം പാർക്കിലും കുട്ടി വരുന്നതായിട്ട് അറിയില്ല? ഇല്ല, സ്ഥിരമായിട്ട് വരുന്ന കുട്ടിയല്ല. ഈ കുളത്തിന്റെ ഭാഗത്ത് ഇപ്പൊ കുട്ടിയുടെ ബോഡി കിട്ടിയ കുളത്തിന്റെ ഭാഗത്തും അങ്ങനെ സ്ഥിരമായി വരാറില്ല. ഈ സൈഡേ ആ കുട്ടി വരാറേ ഇല്ല. ഇതാണ് ആ പാർക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ആശാ വർക്കർ ഉണ്ട്. ഈ പാർക്കിൽ എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? ഒരു 200 മീറ്ററിന്റെ അടുത്തുണ്ടാവും. ഉണ്ട്. ഇവിടെ അങ്ങനെ കളിക്കാൻ വരാത്ത കുട്ടിയാണ്. ഇപ്പോൾ ഈ 2 ദിവസമായിട്ടാണ് കുട്ടികളുടെ കൂടെ വരുന്നത്. അമ്മമ്മയുടെ അത് പറഞ്ഞ ഒരു അരമണിക്കൂർ പെർമിഷനോട് കൂടിയാണ് അവർ. അങ്ങനെ പുറത്തൊന്നും വിടില്ല വീട്ടുകാർ. ഈ കുട്ടിക്കുള്ള ആരോഗ്യ പ്രശ്നം, സംസാരിക്കുമ്പോൾ ഒരു വ്യക്തത വരാത്ത കൊഞ്ഞൽ, ആ പ്രശ്നമാണല്ലോ അല്ലേ? ചെറിയൊരു സംസാര ശേഷി കുറവാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ ഫിക്സ് അങ്ങനെയായിട്ട് പറയുന്നത് കേട്ടിട്ടില്ല. ഇപ്പം ഞാൻ ആ കുട്ടിയുടെ അമ്മയും പറഞ്ഞത് എൻ്റെ അടുത്ത് ഫിക്സ് ഒന്നും ഇല്ല ചേച്ചി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ. എന്തായാലും ഒരു വിശദമായ പരിശോധന വേണമെന്ന് തോന്നുന്നുണ്ട്. പരിശോധന വേണമെന്നാണ് എൻ്റെ അഭിപ്രായം.